ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുരിങ്ങയില കൊണ്ടാണ് ഞാൻ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ മുരിങ്ങയില പക്കാവട തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത മുരിങ്ങയില 1 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. ഞാനിവിടെ 1 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പക്കാവട നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച ആ മുരിങ്ങയില അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിലാണ് ഞാൻ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിലാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുത്ത പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് അല്പമായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഒരുപാട് വെള്ളം കൂടി പോകണ്ട. ഒരു മയത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയാകും. കൈ കൊണ്ട് ഇതുപോലൊന്ന് പിടിച്ചെടുക്കണം. എന്നിട്ട് വിരൽ കൊണ്ട് ഒന്ന് അമർത്തി ഇതുപോലൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും. ഈ ഒരു പരുവത്തിൽ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ച് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തതാണ്. ഒരുപാടങ്ങ് തിക്കായി കഴിഞ്ഞാൽ ഉൾവശം വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. 2 വശം ഒരുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. തീ കുറച്ച് വെച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാകും. ഒരുപാടങ്ങ് തീ കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. മുരിങ്ങയില കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ വീഡിയോകൾ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില പക്കാവട ഇവിടെ റെഡിയായിട്ടുണ്ട്. 2 സൈഡ് ഒരുപോലെ മൂത്ത് വന്ന് ഞാനിത് കോരി മാറ്റുകയാണ്. മുരിങ്ങയില കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ബാക്കിയുള്ളതും കൂടി ഞാനിത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്.